പുതിയ കാലത്ത് യാത്രകളുടെ ഒരു ലോകമാണിപ്പോൾ. നമ്മൾ മലയാളികൾ പോലും ഇത്രയധികം യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടം നമുക്കിതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എപ്പോഴും വീടിൻ്റെതായ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ അന്നത്തെ ഒരു സാമ്പത്തിക അവസ്ഥകളിലൊക്കെ നമ്മുടെ യാത്രകൾ എപ്പോഴും പരിമിതിപ്പെടുത്തിയിരുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു വന്നത്. ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുടുംബം, ഞങ്ങൾ 6 പേരായിരുന്നു. അപ്പോൾ അങ്ങനെ കുടുംബത്തോടുകൂടി ഒരു യാത്ര പോയാൽ അങ്ങനത്തെ ഒരു ഓർമ്മയൊന്നും ഞങ്ങളില്ല. കല്യാണത്തിന് പോയാൽ ഏതെങ്കിലും 1-2 മക്കളെ കൊണ്ടുപോവുക, അത്തരത്തിലുള്ളൊരു കാലത്തായിരുന്നു നമ്മളുടെ ഒരു യാത്രകളൊക്കെ നമ്മുടെ ഓർമ്മകളിൽ വരുന്നത്. പക്ഷെ ഇന്ന് യാത്ര ഒരു അനുഭവമാക്കി മാറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുമേനി ഒരുപാട് വിദേശത്തും സ്വദേശത്തുമായി നിത്യേന യാത്ര ചെയ്യുന്ന ഒരാളും കൂടിയാണ്. തിരുമേനി അങ്ങനെ യാത്രകളെ ഏത് രീതിയിലാണ് അതിനെ വിലയിരുത്തുന്നത്, അല്ലെ കാണുന്നത്? അതിൽ നിന്ന് എന്തെല്ലാം പ്രചോദനങ്ങളാണ് നോക്കിക്കാണുന്നത്? യാത്രകൾ പൊതുവെ 2 വിധത്തിലാണെന്നാണല്ലോ പറയാം. ഒന്ന് നമ്മൾ പുറത്തോട്ടുള്ള യാത്രയും, 2 അകത്തോട്ടുള്ള യാത്രയും. അപ്പോൾ അതിൽ തന്നെ ഞാനൊരു എൻ്റെ രീതി അനുസരിച്ച് ഒരു കഥ പറയാം. ഒരു മരുഭൂമിയിലെ സന്യാസിമാരുടെ ഇടയിലുള്ള ഒരു കഥയാണ്. ഒരു അബ്ബയുടെ അടുത്ത് അവർ കുറേ വർഷങ്ങളായിട്ട് ഒരിടത്ത് തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് തപസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ അലഞ്ഞു നടക്കുന്ന ഒരു സന്യാസി, നമ്മുടെ സൂഫി സന്യാസിമാരെ പോലെയുള്ള ഒരു സന്യാസി ഒരിക്കൽ അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് ഈ അബ്ബായോട് പറയുന്നുണ്ട്, ഞാൻ കുറേ ദൂരങ്ങളായിട്ട് യാത്ര ചെയ്യുന്നു, കുറേ ദേശങ്ങൾ യാത്ര ചെയ്തു, ഈ യാത്രകളെല്ലാം കഴിഞ്ഞ് ഇനിയും എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് ആ മനുഷ്യനും പറഞ്ഞു, ഞാനും ഒരു യാത്രയിലാണ്. എത്രേ ഉള്ളൂ, കഥ ഇത്രേ ഉള്ളൂ. അപ്പോൾ അയാൾ പക്ഷെ ഇവിടെ ഇരിക്കുകയാണ്, അയാൾ ഒരു യാത്രയിലാണെന്ന് പറയുന്നത്. ആ യാത്ര നേരത്തെ പറഞ്ഞ പോലെ ഈ ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണ്. അതെ, ശരിക്കും നമ്മൾ എല്ലാ യാത്രകളുടെയും ഒരു ആത്യന്തിക ലക്ഷ്യം നമ്മളെ അകത്തോട്ട് കുറച്ച് സഞ്ചരിപ്പിക്കാൻ അതിന് ശേഷിയുണ്ടെങ്കിലേ ഒരു യാത്രയാവുന്നുള്ളൂ. ഒരു യാത്രയാകണമെങ്കിൽ ആ യാത്രയിൽ ആൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ അത് യാത്രയാവുന്നില്ല. അപ്പോൾ നമ്മൾ ബുദ്ധനൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ധ്യാനം കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒന്നും നേടിയില്ല, ചിലത് നഷ്ടപ്പെട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ ചിലത് ഉള്ളിൽ നിന്ന് അടർന്നു പോകുന്ന അതാണ്. നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ നമ്മളുടെ പ്രായത്തിൽ നിന്നൊരടരിങ്ങനെ അടർന്നു കഴിഞ്ഞു. അപ്പോൾ ആ അടരുന്ന കൂടെ തന്നെ ആയുസിൻ്റെ ഒരു അംശം അടർന്നു പോകുന്ന കൂടെ തന്നെ ഈ അസത്തുക്കൾ അടരുന്ന കൂടെ സത്തിൻ്റെ ഒരു പ്രകാശനം നടക്കുന്നുണ്ട്. അപ്പം ആ പ്രകാശനമാണ് സത്യത്തിൽ അകത്തോട്ടുള്ള യാത്ര. കാരണം ആകാശത്തിലൂടെ പ്രയാണം ചെയ്യുന്ന വായു, ആ ആകാശത്തിലൂടെ നിരന്തരം അത് പ്രയാണം ചെയ്യുമ്പോഴാണ് ആകാശം പ്രകാശമാകുന്നത്. നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിലൊരു തത്വമുണ്ടല്ലോ, നമ്മുടെ ഈ സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേനും. അപ്പോൾ ഈ പ്രാണൻ്റെ ഗതി ഇന്നർ സ്പേസിലും ഔട്ടർ സ്പേസിലും ഉണ്ട്. അപ്പോൾ ഈ ഔട്ടർ സ്പേസാണ് നമുക്ക് നമ്മുടെ ഷേപ്പ് തരുന്നത്, ഇന്നർ സ്പേസാണ് നമ്മുടെ പ്രകൃതം നിശ്ചയിക്കുന്നത്. ഒന്ന് ആകൃതം, ഒന്ന് പ്രകൃതം. അപ്പോൾ ഈ അകത്തോട്ടുള്ള യാത്രയെക്കുറിച്ചുള്ളൊരു ബോധ്യത്തിലേക്ക് ഒരാൾ എത്തുന്ന സമയത്താണ് അയാൾ യഥാർത്ഥത്തിൽ യാത്രക്കാരനാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥ യാത്രക്കാരനാണ്. മറ്റേ ഇപ്പം നമ്മളുടെ പൊതുവേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള വലിയ യാത്രകളുടെ ഒന്നുമില്ല. നമ്മൾ ആകെപ്പാടെ യാത്രാ വിവരണമൊക്കെ പഴയ പുസ്തകങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്കുള്ള ഒരു യാത്ര നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലമാണ്. അമ്മ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ അപ്പൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോവുക, ഇങ്ങനെയുള്ളായിരുന്നു നമ്മുടെ വലിയ യാത്രകൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു യാത്രകൾ സത്യത്തിൽ നമ്മൾ ക്യാമറ കണ്ണുകൾ കൊണ്ടുള്ള ഒരു യാത്രയാണ്, നമ്മുടെ കണ്ണുകൾ കൊണ്ടുള്ള ഒരു യാത്രയല്ല നമ്മൾ നടത്തുന്നത്. ഇപ്പം പുതിയൊരു വാക്ക് തന്നെ പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമൈസേഷൻ ഓഫ് ദി സൺസെറ്റ് എന്ന് പറയുന്ന വാക്കുകളുണ്ടല്ലോ. അപ്പം ഈ സൺസെറ്റ് ഒന്നും നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഏറ്റവും ഒടുവിലത്തെ എൻ്റെ യാത്രയിൽ ഞാനൊരു ഡെസേർട്ട് സഫാരിക്ക് പോയി, കഴിഞ്ഞ ആഴ്ച ഗൾഫിലായിരുന്നു. അപ്പോൾ അവിടെ സൺസെറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ അപ്പോൾ ഞാൻ ക്യാമറ എടുത്തതേ ഇല്ല, ഒന്ന് കാണാം കുറച്ചു നേരം. പിന്നെ ക്യാമറ എടുത്തു, ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഇതനുസരിച്ച് നമ്മൾ എടുത്തു പോലും. പക്ഷേ ഇതൊന്ന് കാണാൻ നമ്മൾ പക്ഷേ അത്രയ്ക്ക് ബോധപൂർവ്വം വിചാരിച്ചാൽ മാത്രമേ ഇപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അതൊരു പ്രശ്നമാണ്, വലിയൊരു പ്രശ്നമാണ് നമുക്ക്. കാരണം കാഴ്ചകളല്ല ഇപ്പം പ്രാധാന്യം യാത്രയിൽ, ഗാഡ്ജറ്റുകൾക്കാണ് പ്രാധാന്യം, പിന്നെ അതിൻ്റെ ലൈക്കുകൾക്കും ഒക്കെയാണ്. അതെ, കാഴ്ച നമ്മളിൽ അനുഭവമാവുന്നുണ്ടോ എന്നുള്ളതാണ്, നമ്മളിൽ പതിയുന്നുണ്ടോ ഈ കാഴ്ചകളൊക്കെ. യെസ്, കാരണം കണ്ണുകൊണ്ട് കാണുന്നത് കണ്ണിലല്ല മനസ്സിലാണ് പതിയുന്നതെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് ഉള്ളിലെന്തെങ്കിലും ഒരു ചലനം അതുണ്ടാക്കുന്നുണ്ടോ
ഈ പറഞ്ഞ പോലെ ഈ ഗാഡ്ജറ്റ്സുകളിലേക്കുള്ള തിരിവ് ഈ കണ്ണുകൊണ്ട് കാഴ്ച ഇല്ലാതായിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പം രണ്ട് രീതിയിൽ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പം ദൈവം സൃഷ്ടിച്ച ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരുമുണ്ട്, മനുഷ്യർ സൃഷ്ടിച്ച ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരുമുണ്ട്. അപ്പം അതിനകത്തൊരു അപകടമുണ്ട്. നമ്മളിപ്പം ഒരു പരിധി വരെ ഈ മാൻമെയ്ഡ് വേൾഡിലാണ് ഇപ്പം നമ്മളുടെ ജീവിതം കൂടുതലും വയ്ക്കുന്നത്. പക്ഷേ നേച്ചർ എന്ന് പറയുന്ന ഒരു സംഗതി വേറെ വെളി കിടക്കുക. അതിപ്പോൾ നമ്മൾ ദൈവം സൃഷ്ടിച്ചു എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സങ്കല്പത്തിൽ തന്നെയാണെങ്കിൽ പോലും ആ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതേ ഇല്ല. അവിടേക്കൊരു യാത്ര നടക്കുന്നില്ല. നമ്മൾ പോകുന്നുണ്ട്, നമ്മൾ വനത്തിനുള്ളിൽ പോകുന്നുണ്ട്, മരുഭൂമിയിൽ പോകുന്നുണ്ട്, വെള്ളച്ചാട്ടങ്ങൾ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ആ കാഴ്ചയ്ക്ക് ഒരു 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 നൈസർഗിക എല്ലാവരും ഈ സെൽഫിയിലേക്ക് മൂവ് ചെയ്യലാണ്, പക്ഷെ ഒരു സെൽഫിലേക്ക് വരുന്നില്ല. ഇല്ല ഇല്ല അത് ആത്മാവബോധത്തിലേക്ക്. അതിന് കുറേ കൂടെ ഫിലോസഫിക്കലായിട്ടൊരു ബേസും ഉണ്ട്. കാരണം അതായത് വിവേകാനന്ദൻ്റെ സാഹിത്യ സർവസത്തിൽ സ്വാമിജി പറയുന്നുണ്ട്, ഈ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ഫിലോസഫിക്കൽ തോട്ടിൻ്റെ വ്യത്യാസം തന്നെ പറയുമ്പം, ഇപ്പോൾ ഗ്രീസ് അല്ലെങ്കിൽ സ്പെയിന്, പോർട്ടുഗൽ, അതായത് ഈ പറയുന്ന ബ്രിട്ടൻ ഉൾപ്പെടെ രാജ്യങ്ങൾ കീഴടക്കിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ദ്വീപുകളാണ്, കടലിനോട് ചേർന്നുള്ള സ്ഥലങ്ങൾ, ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. അപ്പോൾ അവരുടെ യാത്ര കൂടുതലും വളരെ അഡ്വഞ്ചറസ് ആയിരുന്നു. ഈ കടലിനെ വന്യതയെ കീഴടക്കിയെങ്കിൽ മാത്രമേ അവരുടെ സർവൈവൽ നടക്കത്തുള്ളായിരുന്നു. അപ്പോൾ അവർ കുറേയും കൂടി ഫിസിക്കൽ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഒരു ഭൗതികമായ, അവരുടെ ശാരീരികമായ, ഇപ്പം ഗ്രീക്ക് ദൈവങ്ങളെയൊക്കെ കണ്ടാൽ നമുക്കറിയാം, ഇന്ത്യൻ ദൈവങ്ങളെ പോലല്ല. ഇന്ത്യൻ ദൈവങ്ങൾ വളരെ കോമള രൂപികൾ, സുന്ദര തരുണന്മാരാണ്. പക്ഷേ ഗ്രീക്ക് ദൈവ സങ്കല്പങ്ങളിലൊക്കെ ഹെർക്കുലീസൊക്കെ ഭയങ്കര മസിൽമാനാണ്. അപ്പോൾ ഈ ഇതിനകത്ത് തന്നെ ഈ പുറത്തോട്ടുള്ള യാത്രയാണ് അവരുടെ സർവൈവലിന് അവർ വെച്ചിരുന്നത്. അതേസമയം ഈസ്റ്റിൽ, ഈ കിഴക്കൻ ദേശങ്ങളിലൊരു പ്രത്യേകത, അവർക്ക് സർവൈവലിന് സത്യത്തിൽ പുറത്തോട്ട് പോകേണ്ടതാണ്. കാരണം അവർ ഈ നദിക്കരയിലും മരങ്ങളുടെ ചുവട്ടിലും കാട്ടിലും ഒക്കെയാണ്. അപ്പോൾ പഴങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇച്ചിരി പാസീവാണ്, ലേസിയാണ്. നമ്മൾ കിഴക്കന്മാർ കുറേ ഇച്ചിരി ലേസിയായി നമുക്ക് ഈ കുടവേറൊക്കെ ഉള്ളത്, നമ്മൾ ഇച്ചിരി ഇതിൽ നിൽക്കുന്നത്. അപ്പം പക്ഷെ അവർ യാത്ര ചെയ്ത് അകത്തോട്ട് യാത്ര ചെയ്തു. അപ്പോൾ ഒരു ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് പോലും ഇല്ലാതെ അവർ വെറും നഗ്ന നേത്രങ്ങൾ കൊണ്ട് അശ്വതി, ഭരണി, കാർത്തിക എന്നതിന് പേരിട്ടു. അത്രയ്ക്ക് മൈൻഡ് പവർ ഉണ്ടായിരുന്നു. അപ്പോൾ അകത്തോട്ടുള്ള യാത്രയുടെ ഒരു പവറാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ സ്വാമിജി എന്ന് പറഞ്ഞത്രേ ഉള്ളൂ, ഈ ഈസ്റ്റിൻ്റെ ഒരു മൈൻഡ് പവറും വെസ്റ്റിൻ്റെ ഒരു ഫിസിക്കൽ പവറും കൂടെ ചേർന്ന ഒരു ഹ്യൂമാനിറ്റിയാണ് ഉണ്ടാവേണ്ടത്. കാരണം അതിന് ഉദാഹരണം, ഇപ്പം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പണിത കേരളം മുതൽ നമ്മുടെ അങ്ങേ തിരുവനന്തപുരം മുതൽ അങ്ങേയറ്റം വരെയുള്ള റെയിൽവേ ട്രാക്കിൻ്റെ ഇപ്പുറത്തൊന്ന് പണിത് ഒരു ട്രാക്ക് കൂടെ പണിയാൻ നമ്മൾ എത്ര വർഷം എടുത്തു ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പം അതിനകത്തൊരു വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം പൊതുവേ എൻ്റെ വ്യക്തിപരമായ യാത്രകളാണെങ്കിലും സത്യത്തിൽ ഒരു 2-3 വർഷം കൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത യാത്രകളൊക്കെ കുറേയൊക്കെ അവസാനിച്ചു എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പം പോകുന്നത് പല കാരണങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ. എങ്കിൽ പോലും അതിൽ ഞാനൊരു സ്പേസ് കണ്ടെത്താറുണ്ട്. ആ യാത്രകളിലും എനിക്ക് എൻ്റേതായ ഒരു സ്പേസ് കണ്ടെത്തി. ഇപ്പോൾ കഴിഞ്ഞ ഒരു വ്യക്തിപരമായ അനുഭവം പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വല്ലാത്തൊരു ബ്ലോക്ക് ഉണ്ടായി, വായിക്കാനൊന്നും പറ്റാത്തൊരു സമയം, എഴുതാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ലാത്തൊരു സമയം. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സഹോദരൻ മെത്രാപ്പൊലീത്ത തന്നെ, അദ്ദേഹത്തിനത് മനസ്സിലായി. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്ത് പോയി. ഞങ്ങൾ ഒരു Airbnb-യിൽ ഒരുമിച്ച് 3 ദിവസം താമസിച്ച് പാചകം, ഉറക്കം, പ്രാർത്ഥന, അവിടെയാണ് ഞാൻ ആത്രേയകമായിട്ടാണ് പോയത്. അപ്പോൾ ആത്രേയം വായിച്ചാണ് പിന്നെ തിരിച്ചു കയറിയത്. അവിടുന്ന് പിന്നെ തിരിച്ച് കയറിപ്പോയിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ ഈ തൻ്റേതല്ലാത്ത കാരണങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ കൊച്ചു കൊച്ചു യാത്രകൾ മാത്രം ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ക്ലാസ് എടുക്കാനും ഒക്കെ പോകുന്ന യാത്രകൾ. ഈ യാത്രകളിൽ പക്ഷെ ഞാനെപ്പോഴും ഈ പ്രധാനമായിട്ടും ബസ്സുകളിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതും ട്രാൻസ്പോർട്ട് ബസ്സിലാണ്. അപ്പോൾ അത്തരം യാത്രകളിൽ ഞാനെപ്പോഴും ആളുകളെ ഒബ്സർവ് ചെയ്യാറുണ്ട്. അതൊരു നമുക്കൊരു പഠന വിഷയമായിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ആളുകൾക്ക് ചൂണ്ടിക്കാട്ടാവുന്ന ചില രസകരമായ സംഭവങ്ങളായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ തന്നെ സ്പർശിക്കുന്ന, നമ്മൾ ചിലപ്പോൾ ഒരു മാനുഷികത തിരിച്ചറിയുന്ന വേളകളൊക്കെ ആയിട്ട് മാറാറുണ്ട്. തിരുമേനിയുടെ ഈ യാത്രകളിൽ അങ്ങനെയൊക്കെയുള്ള ഏത് രീതിയിലാണ് അതിനെ സ്വാംശീകരിക്കുന്നത്? മനുഷ്യർ, കാഴ്ചകൾ, സ്ഥലങ്ങൾ,
അല്ലെങ്കിൽ മോണിമെന്റ്സ്, ഇതിനൊക്കെ എങ്ങനെയാണ് ഈ പറഞ്ഞ ഉള്ളിലേക്കുള്ള യാത്രയിലും തിരുമേനി തന്നെ നടത്തുന്ന മറ്റ് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് അതിനെ പ്രയോജനപ്പെടുത്തുന്നത്? നമ്മൾ ഈ ഒരു സ്ഥാനത്ത് വരുന്നത് വരെ ഞാനും ഈ ബസ്സിൽ ദീർഘദൂര യാത്ര, ഇപ്പം കുടജാദ്രിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അമൃത്സർ ഇവിടെയെല്ലാം പോകുന്ന നമ്മൾ ട്രെയിനിലോ ബസ്സിലോ ഒക്കെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ യാത്രയിൽ ഈ പറഞ്ഞ പോലെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു യാത്രയിലാണ് എനിക്ക് തോന്നുന്ന ഒരു മനുഷ്യഗന്ധിയായ പൗരോഹിത്യം പോലും സാധ്യമാകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതിപ്പം അത്രയ്ക്ക് എനിക്ക് സാധ്യമല്ലാത്തത് കൊണ്ട്, കാരണം ഇപ്പം നമ്മൾ ബസ്സിൽ കയറിയാൽ അത് വൈറലാവും. അദ്ദേഹത്തിൻ്റെ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണെങ്കിലും അതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഇവിടുത്തെ ഒരു ശുശ്രൂഷ, ഇപ്പം ഇടുക്കിയിലെ ഒരു ശുശ്രൂഷ വെച്ചിട്ട് വീടുകളിലേക്ക് പോകുന്നുണ്ട്. അത് കുറേ കൂടി മനുഷ്യരിലേക്കുള്ള ഒരു യാത്രയായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത്. മനുഷ്യരിലേക്കുള്ള യാത്ര, കാരണം അവരുടെ തീക്ഷ്ണമായ അനുഭവങ്ങളും ജീവിതത്തിൻ്റെ സമരങ്ങളും ഒക്കെ നേരിട്ട് അറിയുന്ന നിമിഷങ്ങളിലാണ് നമ്മളുടെ പല വേഷംകെട്ടലുകളുടെ നിരർത്ഥകത നമുക്ക് ബോധ്യപ്പെടുക. അപ്പോൾ അങ്ങനെ ഒരു അകലം വർദ്ധിക്കാതിരിക്കാൻ, അതാണ് ഇപ്പോഴത്തെ യാത്രകളുടെ ലക്ഷ്യം. ഈ ബിബ്ലിക്കലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പോലും ഔസേപ്പ് മേരിയുമായി പുൽക്കൂട് അന്വേഷിച്ച് വീടന്വേഷിച്ച് പോകുന്ന ഒരു യാത്രയുണ്ടല്ലോ, അവിടെയുള്ള യഥാർത്ഥത്തിൽ ഒരു മനുഷ്യത്വം. ഇപ്പോൾ തിരുമേനി പറഞ്ഞത് ആ ഒരു രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നു എന്നുള്ളതല്ലേ? അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു യാത്രയുടെ അല്ലെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. കാരണം ദൈവം മനുഷ്യനായി എന്നാണല്ലോ ഈ തിരുപ്പിറവിയെക്കുറിച്ച് പറയുന്നത്. ഈ മനുഷ്യനാവുക എന്നാൽ ഒരു ദൈവത്തിന് മാത്രം പറ്റുന്ന പണിയാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ ഒരു പോക്കെ രീതികൾ കണ്ടിട്ടല്ലേ. ടു ബി ഹ്യൂമൻ ഈസ് എ ഡിവൈൻ ആക്ട്. മനുഷ്യനാവുക എന്നുള്ളത് ഒരു ദൈവിക പ്രക്രിയയാണ്. അതിൽ നമ്മൾ പുൽക്കൂട്ടിലേക്കുള്ള യാത്ര പറയുന്ന പോലെ തന്നെ കാൽവരിയിലേക്കുള്ളൊരു യാത്ര, അതുമൊക്കെ നമ്മുടെ ജീവിതത്തെ ആ രീതിയിൽ എന്തെങ്കിലും സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുകയോ, അങ്ങനെ തിരുമേനി ഏറ്റവും കൂടുതൽ തിരുമേനി യാത്രയിൽ ഒരു വല്ലാണ്ട് ഹൃദയത്തിൽ വേദന ഉണ്ടാക്കിയ ഒരു സന്ദർഭം എന്തായിരിക്കും? വ്യക്തിപരമായി ചില കാഴ്ചകൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, ചില വീടുകളിലെ കാഴ്ചകൾ. പക്ഷെ ആ വേദന മാത്രമല്ല, നമ്മൾ വേദനിച്ചെങ്കിലും, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട്ടിലെത്തുന്നു, ഒരു മുറിയുണ്ട്, ഒരു അടുക്കളയുണ്ട്, അതിന് ചേർന്നൊരു തൊഴുത്തുണ്ട്, അവിടെ 2 പശുക്കളുണ്ട്, പ്രായമുള്ളൊരു അപ്പനും അമ്മയുണ്ട്, 5 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിട്ട വീടാണ്. എന്നിട്ടും അവർ ഒരാവലാതിയോ ഒരാവശ്യമോ ഉന്നയിക്കുന്നില്ല, വളരെ സംതൃപ്തരാണ്. നമ്മൾ ആ സംതൃപ്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സ്പിരിച്വൽ വേദനയും കൂടിയാണ്. നമ്മൾ എന്തുകൊണ്ട് ഇവരെ വളരുന്നില്ല എന്നുള്ളതാണ്. അത്രത്തോളം ആ ഒരു ക്ഷമാവസ്ഥയിലേക്ക് നമ്മൾ എന്തുകൊണ്ടാവുന്നില്ല. അതിൽ തന്നെ അവർ തൃപ്തരാണ്. ഇത്ര ചെറുതാകാൻ ഞാൻ എത്ര വലുതാകണം അല്ലേ? നമ്മൾ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ മനുഷ്യരുടെ സംതൃപ്തി. അത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് എനിക്കറിയില്ല.